സുഹൃത്തുക്കളെ, നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് വിവാദങ്ങളൊക്കെ ഇപ്പോൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കുടുംബമായാലും സംഘടനയായാലും സ്ഥാപനമായാലും നമുക്ക് അമ്മ മാത്രം പോരാ, അച്ഛനും കൂടെ വേണം. അങ്ങനെ മലയാള സിനിമയുടെ കരുത്തുറ്റ അച്ഛനായിരുന്നു തിലകൻ ചേട്ടൻ. ഈ തിലകൻ ചേട്ടൻ എന്ത് ചെയ്തു? അമ്മ എന്ന താരസംഘടന കറിവേപ്പില പോലെ എടുത്ത് പുറത്തിട്ടു. അന്ന് തുടങ്ങിയതാണ് മലയാള സിനിമയുടെ ശാപം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം. അതെ, കുറച്ച് പേരൊന്നുമില്ല. തിലകൻ ചേട്ടന് തുടങ്ങിയിട്ട് കുറെ നാളായി. ഞങ്ങൾ കഴിഞ്ഞ ജനറൽ ബോഡി ഇതിൽ പരിഗണിച്ചാണ്. തിലകൻ ചേട്ടനെ പുറത്താക്കരുതെന്ന് ജനറൽ ബോഡിയിൽ നടപടിയെടുക്കണ്ട എന്ന് ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ. 2-3 പേര് ആവശ്യപ്പെട്ടതിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പൊ ഞങ്ങൾ പക്ഷേ ഇത് സഹിക്കുന്നതിന് ഒരു സഹനത്തിനൊരു അതിരുണ്ട്. പ്രായം, അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹം സീനിയോറിറ്റി. കാരണം മറ്റേത് മേഖല പോലെയല്ല. സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് പ്രായത്തെയും സീനിയോറിറ്റിയും ഇതുപോലെ മാനിക്കുന്ന വേറൊരു മേഖലയില്ല. അതാണ് അദ്ദേഹത്തിന് കിട്ടിയ ആനുകൂല്യം. ആ ആനുകൂല്യം അദ്ദേഹത്തെ ബഹുമാനത്തോട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. പോലീസിനെയും കൊണ്ട് അമ്മയുടെ മീറ്റിംഗിന് വന്ന ആളാണ് തിലകൻ ചേട്ടൻ. എന്നിട്ടും ഞങ്ങൾ ക്ഷമിച്ചില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പോലീസ് അകമ്പടിയോടുകൂടി 2 പോലീസുകാരെ എന്നോടൊപ്പം, മന്ത്രിയായിരുന്ന ഞാൻ പോലും എന്റെ കൂടെ പോലീസുകാരെ അമ്മയുടെ ജനറൽ ബോഡി കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം 2 യൂണിഫോം ഇട്ട പോലീസുകാരെയും കൊണ്ട് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറുടെ കത്ത് എഴുതി കൊടുത്തിട്ട് അമ്മയിലുള്ളവർ എന്നെ കൊല്ലുമെന്നും പറഞ്ഞിട്ട് എഴുതി കൊടുത്ത് അദ്ദേഹം അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അപമാനം ഉണ്ടാക്കി. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ ചില ചാബല്യങ്ങളുണ്ട് അദ്ദേഹത്തിന്. ആ ചാബല്യങ്ങളൊക്കെ ഞങ്ങൾ മാനിച്ചു. ഇത് നിവർത്തിയില്ല. കാരണം വെച്ചാൽ ഇനിയും ഞങ്ങൾ മാധ്യമങ്ങളിലൂടെ ഈ സംഘടനയും ഇതിലുള്ള അംഗങ്ങൾ, ഞാനിപ്പോ ആരാണ് മോശം ഇതിനകത്ത്? ഈ 360-70 അംഗങ്ങളുള്ളതിൽ ആരാണ് ഒരു മഹാനടനോ മഹാനടിയല്ലാത്തവരാരാണ്? ഞങ്ങളെ നാളെ ഇപ്പൊ ഇത് പറഞ്ഞു, നാളെ ഗണേഷ് കുമാറിനെ 4 ചീത്ത വിളിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾ ഞങ്ങളെ ക്ഷണിക്കാറുണ്ട്. ഞങ്ങൾ ചർച്ചയ്ക്ക് വരാതെന്ന് വെച്ചാൽ അദ്ദേഹത്തെ വേണ്ട, പോട്ടെ, സാരമില്ല, അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിച്ച് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തെക്കാൾ പ്രായവും സീനിയോറിറ്റിയുള്ള മധുസാറ് ഇന്നിവിടെ ജീവിക്കുന്നുണ്ട് മലയാള സിനിമയിൽ. അമ്മയിലെ ഏറ്റവും നല്ല അംഗമാണ് മധുസാറ്. അദ്ദേഹത്തിന്റെ സംസാരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടമാക്കുന്ന അന്തസ്സും ആഭിജാത്യവും എല്ലാ ജനറൽ ബോഡിക്ക് വന്ന് അദ്ദേഹം ഫ്രണ്ടിൽ ഇരുന്ന് അതിൽ പങ്കെടുത്തു പോകുന്ന അന്തസ്സും ആഭിജാത്യം പുറകെ പോലെ അദ്ദേഹം കിട്ടുന്ന സീറ്റിൽ അന്തസ്സും ആഭിജാത്യം പുലർത്തുന്ന അദ്ദേഹത്തെ പോലുള്ള മഹാനടന്മാർ അമ്മയിലുണ്ട്. അവരെയും ചേർത്തിട്ടാണ് അവരെ അപമാനിക്കുന്നത്. അവരെയും ചേർത്തിട്ടാണ്. മധുസാറിനെ പോലെ എല്ലാ രംഗത്തും കഴിവ് തെളിയിച്ച മഹാനടന്മാർ ഉണ്ട് അമ്മയിൽ. അവരെയൊന്നും ചേർത്ത് അപമാനിക്കാൻ പറ്റില്ല. പത്മശ്രീയും പിന്നെ വാങ്ങിയ നടന്മാരുണ്ട്, അപമാനിക്കാൻ പറ്റില്ല. അതിനകത്ത് മമ്മൂക്ക ഇരുത്തിക്കൊണ്ട് ഞാൻ പറയാണ്, മമ്മൂട്ടി അല്ല വിഷയം. അത് ഇന്നസെന്റ് ചേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും ഇടവേള ബാബുവാണെങ്കിലും നെടുമുടി വേണുവാണെങ്കിലും ഒരാളെ അങ്ങനെ അപമാനിക്കും. ഞങ്ങൾ മുമ്പ് നടന്മാരെയും അമ്മയും അധിക്ഷേപിച്ച ബാബുരാജിനെ പുറത്താക്കിയില്ലേ? ഇതേ ഫോർമാലിറ്റി അനുസരിച്ചാണ് പുറത്താക്കിയത്. അപ്പോഴും തിലകൻ ചേട്ടനോട് പുറത്തു. എന്താണ് അദ്ദേഹത്തോട് ഞങ്ങൾ ചെയ്ത കുറ്റം? ഞങ്ങൾ ചെയ്ത കുറ്റം എന്താണ് അദ്ദേഹം പറയുന്നില്ല. ഞങ്ങൾ കോടാലിയാണ്. ഈ സംഘടന കോടാലിയാണോ? മാസം 2500 വെച്ച് 60 പേർക്ക് അയച്ചു കൊടുക്കുന്നു. അന്തരിച്ച അടൂർ ഭവാനി അടക്കമുള്ള ആളുകൾക്ക് ഈ ആനുകൂല്യം കിട്ടിയിരുന്നു. 2004 ശേഷം ഇതുവരെ അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹം ജനറൽ ബോഡിക്ക് വരാറില്ല. അദ്ദേഹം നമ്മളെ പോലീസിനെയും കൊണ്ടുവന്ന് ഞങ്ങളെ അവമാനിച്ചു. അദ്ദേഹത്തിന്റെ മക്കളെ ഞങ്ങൾ, പോലീസ് വേണ്ടല്ലോ ചേട്ടന്റെ മക്കള് ഷമീദുലുണ്ടല്ലോ, അദ്ദേഹം അകത്ത് വരട്ടെ എന്ന് പറഞ്ഞപ്പം എന്നെ തൊട്ടുപോരെന്ന് സ്വന്തം മകനോട് പറഞ്ഞു അദ്ദേഹം അമ്മയുടെ മീറ്റിംഗിൽ വെച്ചിട്ട്. ഞങ്ങൾ മമ്മൂക്ക അന്ന് ഈ പറയുന്ന ഇദ്ദേഹം ഇപ്പൊ ചീത്ത പറയുന്ന മമ്മൂട്ടി എന്ന നടൻ അന്ന് ചോദിച്ചു, ചേട്ടാ ഞങ്ങൾ മക്കളെ പോലെ കൂടെ അഭിനയിക്കുന്നവരല്ലേ, ഞങ്ങളെ വിശ്വാസമില്ലേ എന്ന് മൈക്കിലൂടെ ജനറൽ ബോഡി ചോദിച്ചു. ഇതെല്ലാം അദ്ദേഹം മറന്നു. ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട്. തിലകൻ ചേട്ടനെ ഒരു സഹോദരനെ പോലെ, ഒരു പിതാവിനെ പോലെ കാണുന്നവരാണ് ഈ അംഗങ്ങളെല്ലാവരും. മെമ്പറാണ്, അതേ മെമ്പറാണ്. ഒരു കൊല്ലമായിട്ട് അദ്ദേഹം പെൻഷൻ കിട്ടുന്നില്ല. പരിശോധിക്കാമല്ലോ. അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കട്ടെ. ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മാറ്റി കൊടുത്ത പാസ്ബുക്ക് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അദ്ദേഹം അത് പറയാൻ പാടില്ല. അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം 12 സിനിമയിൽ അഭിനയിച്ചു അദ്ദേഹം പറയുന്നത്. 12 മാസം ഒരാൾ 12 സിനിമയിൽ അഭിനയിച്ചാൽ പോരെ? ഞങ്ങൾക്കൊന്നും അത്രയും പണം കിട്ടില്ലല്ലോ. ഞങ്ങൾ എന്തിനാ അദ്ദേഹത്തോട് ചോദിക്കുന്നത്? അദ്ദേഹം നിങ്ങളോട് ഇങ്ങനെ രാവിലെയും രാത്രിയും ഉച്ചയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പിന്നെ റോഡ് സൈഡിൽ നിന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നു. അമ്മയിൽ ഇപ്പം മമ്മൂട്ടിയെ പറ്റി പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം ഗണേഷ് കുമാറിനെ പറ്റി പരാതിയുണ്ട്. ഒരു കടലാസ് എഴുതി ഇവിടെ കൊടുത്താൽ പോലെ. ഇവർ ഞങ്ങളെ വിളിച്ചു ചോദിക്കില്ല, എന്താ ഇന്നസെന്റ് ചേട്ടനെ ചോദിക്കില്ല, എന്താ ഗണേശ തിലകത്തിനേട്ടൻ എന്താ പ്രശ്നം, അല്ലെങ്കിൽ മമ്മൂട്ടി എന്താ? ഞങ്ങളുടെ അധികാരം ഞങ്ങളുടെ പ്രസിഡന്റിനുണ്ട്. ഞങ്ങൾ അച്ചടക്കമുള്ള അംഗങ്ങളാണ്, ഞങ്ങൾക്കുണ്ട്. അതുപോലെ ഒരു വിശദീകരണം. ഞങ്ങളുടെ എല്ലാവരുടെയും വേദന അതിനകത്തുണ്ട്, ഞങ്ങൾ മാത്രമല്ല. അദ്ദേഹത്തിന്റെ പിന്നിലൊന്നും അദ്ദേഹം തന്നെയുള്ളൂ, വേറെ ആരുമില്ല. അദ്ദേഹത്തിന്റെ പിന്നിലൊന്നും ആരും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് അദ്ദേഹം മാത്രം.
ഇതൊക്കെ ഞങ്ങൾ ജനറൽ ബോഡി യോഗത്തിൽ കഥകടച്ച് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന വളരെ സ്നേഹത്തോടെ പറയുന്നുണ്ട്. ജാതി നോക്കി ഞങ്ങൾക്ക് അഭിമാനം. ഞങ്ങൾ ഒരുപാട് ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. പ്രായവും അവർക്ക് സീനിയോറിറ്റി എല്ലാം ബഹുമാനിച്ചിട്ട് പോട്ടെ. തിലകേന്ദ്രനല്ലേ പറയുന്നത്, സാരമില്ല. വ്യക്തിപരമായി ഒരുപാട് ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിൽ പലരും സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സ്നേഹബുദ്ധിയാ സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും വളരെ വ്യക്തിപരമായിട്ട് അദ്ദേഹം ഈ അടുത്ത ദിവസം പോലും 2 മണിക്കൂറോളം സിദ്ദിഖ് അദ്ദേഹത്തോട് ഫോണിലൂടെ വളരെ സ്നേഹത്തോടെ ചേട്ടാ അങ്ങനല്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, അദ്ദേഹം തൃശൂർ റൗണ്ടിൽ പോയിട്ട് തൃശൂർ കോർപ്പറേഷൻ മേയർ എന്ത് കുറ്റം ചെയ്തു? എന്തിന് അമ്മ നിൽക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടോ? അമ്മ നിൽക്കാൻ അദ്ദേഹം ടി വിയിലൂടെയാണ് ആവശ്യപ്പെടുന്നത്. അദ്ദേഹം അമ്മ നിൽക്കണമെന്ന് ടി വി കൂടെയാണ് ആവശ്യപ്പെടുന്നത്. അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റിന് കത്തെഴുതി ആവശ്യപ്പെടണം. എന്നെ ഇങ്ങനെ എല്ലാവരോടും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. എന്റെ ഒരു തെളിവൊന്നുമില്ല, എന്നാൽ പോലും അമ്മയുടെ നിലപാട്. മാള രവീന്ദ്രൻ ഒരു കത്തയച്ചു. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഫെഫ്കയുമായി സംസാരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. മാള രവീന്ദ്രൻ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഫെഫ്കയായിട്ട് സംസാരിക്കുക, അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കാൻ അദ്ദേഹത്തിന് കത്തിന് മറുപടി കൊടുക്കാൻ ഇന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇതേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് മാള രവീന്ദ്രൻ സംഘടനാപരമായ അന്തസ് പുലർത്തുന്നു. അദ്ദേഹം അദ്ദേഹം പ്രായമാണല്ലേ, അദ്ദേഹം തിരുവഞ്ചേട്ടനേക്കാളും മുമ്പേ സിനിമ വന്നോളാം എന്റെ വിശ്വാസം. മാളച്ചേട്ടൻ അല്ല, വിനയന്റെ സിനിമ ഞങ്ങൾ ആരെ സിനിമ അഭിനയിച്ചാലൊന്നുമില്ല. തിലകഞ്ചേട്ടൻ നാടകത്തിൽ അഭിനയിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല, സീരിയലിൽ അഭിനയിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല. ആരാ വിനയനോ? ഞങ്ങളെ ക്ഷണിച്ചില്ല. ഞാൻ വിനയനോട് തിരുവനന്തപുരത്ത് നടന്ന ലേബർ മിനിസ്റ്റർ ക്ഷണിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലോ, തിലകൻ അല്ല വിനയൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഗണേഷ് കുമാർ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ഗണേഷ് കുമാർ ലേബർ മീറ്റിംഗിൽ വെച്ച് തിലകൻ സിനിമ എടുത്ത് അഭിനയിക്കാൻ ആളിനെ വിടാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നോട് വ്യക്തിപരമായി അഭിനയിക്കാൻ പോകുന്ന വെച്ചാൽ എനിക്ക് ഇഷ്ടമുണ്ടായി പോയാൽ മതി. ഞങ്ങൾ ആരോടും വിലക്കിയിട്ടില്ല. ഇല്ല, കഥ ഞാൻ സെലവൻ ചേട്ടൻ അഭിനയിക്കുന്ന റോളിൽ സായികുമാർ എന്ന് അഭിനയിക്കുന്ന പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? രണ്ടുപേരും 2 പ്രായമല്ലേ. അപ്പൊ കഥാപാത്രം എഴുതി വന്നപ്പോൾ സായികുമാറിന് യോജിക്കുന്നതായി മാറി. തിലകൻ ചേട്ടൻ ഞാൻ ക്രിസ്ത്യൻ പ്രദേശ സിനിമയിൽ ഞാൻ ചോട്ടെ ആരോടാ പറയുന്നത്? ആരോട് പറയുന്നു? ഞാൻ മുമ്പേ പറഞ്ഞല്ലേ ചേട്ടാ, വർക്കൗട്ടായില്ല. പരാതി കണ്ടേ? പരാതിയൊക്കെ ചാനലിലല്ലേ തന്നത്, നമ്മളുണ്ടാക്കിയതല്ല, പണ്ട് നടക്കാറില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ എഗ്രിമെന്റ് ഉണ്ടാക്കിയ സമയത്ത് ഞങ്ങൾ വളരെയധികം ചർച്ച ചെയ്തു. ആ എഗ്രിമെന്റ് കോപ്പി ഞങ്ങളുടെ ബൈലോയിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ബുക്കിനകത്ത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജോഷി എന്ന സംവിധായകൻ 15 കൊല്ലമായി തിലകനെ അഭിനയിക്കാൻ വിളിക്കുന്നില്ല. എന്തുകൊണ്ട് തിലകൻ ചേട്ടൻ ഒരു പരാതി നേരത്തെ കൊടുത്തില്ല? പിന്നെ പലരും വിളിക്കാറില്ല. ഞാൻ അവർക്ക് പരാതി കൊടുക്കാനും. ഒരു സംവിധായകൻ ഒരു നടനെ കാസ്റ്റ് ചെയ്യുന്നതും വേണമെന്ന് വെക്കുന്നതും വേണ്ടെന്ന് വെക്കുന്നതും ഒരു കാര്യം. നമുക്കൊരു സിനിമ, ഒരാള് നമ്മളിപ്പോ സിനിമയിൽ വിളിച്ചതിന് ശേഷം നമ്മളെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണ്ടെന്ന് തന്നെ വെക്കണം. നമ്മളും പറയണം എനിക്ക് വേണ്ട എന്ന് പറയണം. അതാണ് അതിന്റെ അന്തസ്. അല്ലാതെ നമ്മൾ എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റൂ. ഇതിലൊന്നാമത് സിനിമയിൽ ജാതിയില്ല. അത് ആദ്യം തിരുവനന്തപുരം എല്ലാവരും സിനിമയിൽ ഞങ്ങൾ ഇത്രയും പേര് ഞങ്ങൾക്ക് ജാതിയില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങളൊരു കുടുംബമാണ്. ഞങ്ങൾക്ക് ജാതിയില്ല, രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് സംവരണവും ഇല്ല. അത് മനസ്സിലാക്കണം. അല്ല എനിക്ക് ഇന്ന സിനിമ ഗണേഷ് കുമാറിന്റെ 12 സിനിമ തന്നോണം എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. തന്നില്ലെങ്കിൽ എനിക്ക് ചോദിക്കാനും പറ്റില്ല. കിട്ടിയില്ലെങ്കിൽ ഒരു സിനിമയും കിട്ടിയില്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടോ? അല്ലെങ്കിൽ കോലം കേരളത്തിൽ ആദ്യം കത്തിച്ചത് തിലകൻ മമ്മൂട്ടി ഫാൻസ് അല്ലല്ലോ. അത് ഓരോരുത്തരുടെ വികാരമാണ്. കാരണം വെച്ചാൽ മലയാളികളായ നമ്മൾ കോലം കത്തിക്കൽ കാണുന്ന ആദ്യമായിട്ടാണോ? ഇവിടെ നാട് ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കില്ല. ദിലീപിനെ കത്തിച്ചില്ലേ? ദിലീപിന്റെയും മമ്മൂക്കയുടെയും കത്തിച്ചില്ലേ? കാരണം സിനിമ അല്ല കോലം നമ്മുടെ ഡിസ്കഷൻ കഴിഞ്ഞു. അതല്ല അവരുടെ വികാരം എന്ന് പറയാൻ പറ്റും. അത് പണ്ട് മുതലുള്ള പിന്നെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ഫാൻസുകാർ വലിയ കുഴപ്പക്കാരാണോ? കാരണം എന്താ പറയാ, അവർ അനേക സമൂഹം പൈസ പിരിക്കുന്നു. ഈ പാവങ്ങൾ അതൊന്നും ചെയ്യുന്നൊന്നും ആരും കാണുന്നില്ല. അവർ ചെറുപ്പക്കാർ കുട്ടികളല്ലേ, അവര് പിന്നെ പാഠപുസ്തകം വാങ്ങിച്ചു കൊടുക്കുന്നു. നമ്മൾ അതൊക്കെ കാണാൻ 2 വശങ്ങൾ ചുമ്മാ അങ്ങ് പ്രസംഗിച്ചാൽ പോരാ. ഫാൻസുകാര് മോഹൻലാലിനും മമ്മൂട്ടിക്കും ദിലീപിനും ഒക്കെ കൈയടിക്കുന്നത് മാത്രമല്ല അവരുടെ ജോലി, അവർ സമൂഹ വിഭാഗം നടത്തുന്നു. ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ലാലേട്ടന്റെ ഫാൻസുകാർ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് നടത്തിയ ഒരു സമൂഹ വിഭാഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ബുക്ക് കൊടുക്കുന്നിടത്ത് പലപ്പോഴും ബുക്ക് കൊടുക്കാൻ പോയിട്ടുണ്ട്. സ്കൂളുകളിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ അവരൊരാളെ ആരാധിക്കുന്നു. ആ സന്തോഷത്തിന്റെ ഭാഗമാണ്. അവരുടെ ചാരിറ്റബിൾ. മമ്മൂക്കയുടെ ഫാൻസ് ഹൃദയ ശസ്ത്രക്രിയ നടത്തി കൊടുക്കുന്നു. കോലം കത്തിക്കുമ്പോ
രാഷ്ട്രീയ പാർട്ടികളുണ്ട് അല്ലേ? കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇതിൽ ആരെങ്കിലും ഒക്കെ ആരുടെങ്കിലും കോടതിയിൽ എത്തിച്ച ഇവരൊക്കെ പറഞ്ഞിട്ടാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ല. അല്ല, വേറെ വിഷയങ്ങളുണ്ട്. ഞങ്ങൾ അതിന്റെ പേര് ഒരുപാട് തീരുമാനങ്ങളുണ്ട്. പിന്നെ ആ രീതിയിലുള്ള കുഴപ്പമൊന്നും അദ്ദേഹം അതങ്ങനെ ഒന്നും നമ്മൾ എഴുതി അറിയിച്ചിട്ടില്ല. നമ്മൾ സിനിമ എടുത്തതിന് വളരെ പ്രാധാന്യം തോന്നിയിട്ടാണ്. സുരേഷ് ഗോപി 2020 സുരേഷ് ഗോപി അല്ല, അതൊന്നും വ്യക്തമായിട്ടൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല. കാരണം അദ്ദേഹം ഈ 2020 അഭിനയിക്കില്ലല്ലോ. അദ്ദേഹം അമ്മയോട് സഹകരിക്കുന്ന സുരേഷ് ഗോപി അവൻ ഞങ്ങളെ സുരേഷ് ഗോപി അമ്മയിലെ ഒന്നാമത്തെ മെമ്പറും ഞാൻ രണ്ടാമത്തെ അപേക്ഷകനും പണിയമ്പള രാജ് മൂന്നാമത്തെ അപേക്ഷകനും. സുരേഷ് ഗോപി അമ്മയുടെ ആള് തന്നെയാണ്. കണ്ടില്ലേ? ഈ ഒരു വീഡിയോ കണ്ടാൽ അറിയാം മലയാള സിനിമയിലെ ആ ഒരു പവർ ഗ്രൂപ്പിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നൊക്കെ. കണ്ടില്ലേ? അപ്പോൾ കാലം തെളിച്ചിരിക്കുകയാണ് തിലകൻ ചേട്ടനാണ് ശരിയെന്ന്. എന്തായാലും തിലകൻ ചേട്ടൻ എന്ന ആ ഒരു കരുത്തുറ്റ വ്യക്തിത്വത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ആയിരുന്നു.